ചീമേനി രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ സ്മരണയാണ് ഈ സായാഹ്നത്തിലിവിടെ തുടിച്ചു നിൽക്കുന്നത്. അതോടൊപ്പം ആ സംഭവത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകളും എല്ലാവരുടെയും മനസ്സിലെത്തുന്ന സായാഹ്നമാണിത്. മനുഷ്യർക്ക് എങ്ങനെ ഇത്രമാത്രം ക്രൂരരാകാൻ കഴിയും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ചീമേനി സംഭവം. രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ എന്തുമാകാം എന്നൊരു നിലപാടിൻ്റെ ഭാഗമായാണ് ഈ സംഭവം നടന്നത്. 1987 എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ നാളുകളല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചിട്ട് ദശാബ്ദങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ എത്ര വലിയ പകയോടെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസ് എന്ന പാർട്ടി നോക്കിക്കണ്ടത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. കമ്മ്യൂണിസ്റ്റ് ആയാൽ എന്തും ചെയ്യാം. കോൺഗ്രസിൻ്റെ ചരിത്രമെഴുതിയ കോൺഗ്രസ് നേതാവായിരുന്നു മോയാരത്ത് ശങ്കരൻ. അദ്ദേഹം അക്കാലത്തെ മറ്റു പല കോൺഗ്രസ് നേതാക്കളെയും പോലെ കോൺഗ്രസ് പാർട്ടി വിട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം സഹകരിച്ചു. അദ്ദേഹം അന്ന് വയോധികനാണ്. അദ്ദേഹത്തെയാണ് ആ കാലത്തെ 1948 കുറുവടിപ്പട കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ് ആ കുറുവടിപ്പട. ആ കുറുവടിപ്പട അതിമൃഗീയമായി തല്ലി കൊന്നത്. ആ തല്ലിൽ കുറുവടി മാത്രമല്ല, ആ വയോധികൻ്റെ നെഞ്ചു പിളർക്കാൻ ഉരിച്ച തേങ്ങയടക്കം ഉപയോഗിച്ചു എന്നാണ് വിവരം. ഇതാണ് കോൺഗ്രസ്. അവർക്ക് അത് 48 വർഷങ്ങൾ പിന്നിട്ടിട്ടും മാറ്റമുണ്ടാകുന്നില്ല. ഏകദേശം 4 ദശാബ്ദത്തോളം പിന്നിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ മറ്റൊരു മനോഭാവം നാം കാണേണ്ടതാണ്. അതാണ് പാടിക്കുന്നിൽ നടന്നത്.
പാടിക്കുന്ന രക്തസാക്ഷികൾ പോലീസുമായി ഏറ്റുമുട്ടാൻ പോയവരല്ല. അവരെല്ലാം ലോക്കപ്പിനകത്തും ജയിലിനകത്തുമായിരുന്നു. ജയിലിനകത്തുള്ളവരെ ജാമ്യത്തിനാണെന്ന വ്യാജേന ഇറക്കിക്കൊണ്ടുവന്നു. ജയിലിൽ നിന്നും ലോക്കപ്പിൽ നിന്നും കൊണ്ടുപോയത് പാടിക്കുന്നിലാണ്. നേരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വെടിവെച്ച് വന്ന പോലീസുകാരുടെ തീരുമാനമാണ് അത് എന്ന് പറയാൻ പറ്റില്ല. അവരെ വെടിവെച്ച് കൊല്ലാനുള്ള കൽപ്പന പോലീസുകാർ നടപ്പാക്കി. ആ കൽപ്പന അന്നത്തെ കോൺഗ്രസിൻ്റെ താല്പര്യമനുസരിച്ച് പുറപ്പെടുവിച്ചതാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അതിക്രമങ്ങൾ ഓരോ പ്രദേശത്തും, എന്തെല്ലാം ക്രൂര സംഭവങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർവീര്യമാക്കാനും നാട്ടിൽ ഭയം സൃഷ്ടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ആളുകൾ അണിചേരാതിരിക്കാനും നടത്തിയതായിരുന്നു. പക്ഷേ ഓരോ സംഭവം നടക്കുമ്പോഴും അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തളർന്നു പോയില്ല. കൂടുതൽ കരുത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നേറുകയാണ് ഉണ്ടായത്. എന്തായിരുന്നു അതിന് കാരണം? നാട്ടിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ, ജനങ്ങളിൽ ഭൂരിഭാഗം അവരിതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം തിരിച്ചറിഞ്ഞു. ഇത് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നൊരു പാർട്ടി, ആ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ നടത്തുന്ന പ്രവർത്തനമാണ്. ആ രാഷ്ട്രീയം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും കഴിഞ്ഞു. അതിൻ്റെ ഫലം കോൺഗ്രസ് ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടാണ് വന്നത്. തളരുകയല്ല, തകരുകയല്ല, കൂടുതൽ കരുത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നേറുകയാണുണ്ടായത്. 1948 കഴിഞ്ഞ് 10 വർഷം തികഞ്ഞില്ല. അതിനു മുൻപാണ് 1957 ഈ കേരളത്തിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റാണ് കേരളത്തിന് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഈ എല്ലാ അക്രമങ്ങളും കേരളത്തിലാകെ നടന്നിട്ടും പാർട്ടി എങ്ങനെ ശക്തിപ്പെട്ടു വന്നു എന്നതാണത് കാണിക്കുന്നത്. EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലേറി. ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നത് വരെ നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റായിരുന്നു. അവിടെയും നാം ശ്രദ്ധിക്കണം. കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ എന്തുമാകാം എന്ന കോൺഗ്രസിൻ്റെ സമീപനം ആ ഗവൺമെൻറ് നേരെയും സ്വീകരിച്ചില്ലേ? ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു ഗവൺമെൻറ് നിലനിൽക്കണോ നിലനിൽക്കണ്ടേ തീരുമാനിക്കുന്നത് നിയമസഭയാണ്. നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റിന് നിലനിൽക്കാം. പക്ഷേ
ആ ഗവൺമെൻറ് നിലനിന്നുകൂടാ. കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരണത്തിലെത്തിയിട്ടുള്ളത്. നിക്ഷിപ്ത താല്പര്യം, ശത്രുവർഗങ്ങളുടെ താല്പര്യം, അതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് നീങ്ങുന്നു. തീർത്തും ജനാധിപത്യ വിരുദ്ധമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നു. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്കേറ്റ ഏറ്റവും വലിയ കളങ്കമായിരുന്നു അത്. ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈയൊഴിഞ്ഞില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിൻ്റെ ആപത്ത് ശത്രുവർഗം ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലം വലിയ തോതിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായവരെ എല്ലാം ഏകോപിപ്പിക്കാൻ ശ്രമിച്ചു. വിവിധ താല്പര്യങ്ങൾ ഒത്തുചേർന്നു. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയതിനേക്കാളും വോട്ടിംഗ് ശതമാനവും അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടി. പക്ഷേ ഏകീകരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകെട്ടിന് വിജയം നേടിക്കൊടുത്തു. നാം കാണേണ്ടത് 1967 ആയപ്പോൾ വീണ്ടും ചിത്രം മാറി. EMS നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയുള്ള ഒട്ടേറെ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആ ഘട്ടത്തിലൊക്കെ 2 വർഷമാണ് ഗവൺമെൻറ്റുകൾ അധികാരത്തിലുണ്ടായിരുന്നത്. 57 തൊട്ട് 59 വരെ, 67 തൊട്ട് 69 വരെ. ഇതിനിടയ്ക്ക് രാജ്യത്ത് പല കാര്യങ്ങളും സംഭവിച്ചു. കോൺഗ്രസിൻ്റെ മുഖം ശരിയായ രീതിയിൽ പുറത്തു വന്നു. അതായിരുന്നു അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥക്ക് മുന്നിൽ തന്നെ കേരളത്തിൽ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടിയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പലയിടത്തും നടന്നു. ആഭ്യന്തര വകുപ്പായിരുന്നു അതിന് ഒത്താശ ചെയ്തു കൊടുത്തത്. ആഭ്യന്തര വകുപ്പിന് എന്തും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയെന്നുണ്ടായിരുന്നു. ആ കാലത്താണ് പടിഞ്ഞാറൻ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ അർദ്ധ ഫാസിസ്റ്റ് ഭീകരത നടമാടിയത്. രാജ്യമാകെ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള വികാരം ശക്തമായി ഉയർന്നു വന്നു. ഇവിടെ അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തന്നെ നേതൃത്വം ലഭിക്കുന്ന അവസ്ഥയുണ്ടായി. വിജയിക്കാൻ കഴിയുന്ന നിലയുണ്ടായി. കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്. ആ കൂട്ടുകെട്ട് നിലനിൽക്കുമ്പോൾ തന്നെ
കേരളത്തിൽ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. കാസർഗോഡും തലശ്ശേരിയിലും തിരുവല്ലയിലും നേമത്തും. ഈ 4 ഉപതെരഞ്ഞെടുപ്പുകളും അന്നത്തെ ഭരണമുന്നണി, കോൺഗ്രസിന് നേതൃത്വമുള്ള ഭരണമുന്നണി പരാജയപ്പെട്ടു. വലിയ ഭൂരിപക്ഷത്തോടെ അവർ വരുന്നു എന്ന് കണക്കാക്കി സന്തോഷിച്ചതാണ്. പക്ഷേ കേരളത്തിൻ്റെ അന്തരീക്ഷമാകെ മാറി. തുടർന്നാണ് 1980 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് 1967 ശേഷം സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അതിനും 2 വർഷ കാലയളവ് മാത്രമേ ഉണ്ടായുള്ളൂ. '82 മുതൽ 87 വരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വീണ്ടും ഇവിടെ അധികാരത്തിൽ വന്നു. കേരളത്തിൻ്റെ ചിത്രം മാറി മറിയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കോൺഗ്രസ് നാടിൻ്റെ വികാരം ഒരു ഘട്ടത്തിലും ഉൾക്കൊണ്ടിരുന്നില്ല. അവരവരുടേതായ വഴിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. '87 ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനു മുൻപ് 3 തവണ ജനങ്ങൾ അധികാരത്തിലേറ്റിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ രീതിയിലുള്ള സ്വാധീനത്തിലേക്ക് പാർട്ടി വളർന്നിരുന്നു എന്നർത്ഥം. എന്നാൽ അപ്പോഴും കോൺഗ്രസിൻ്റെ കൊലക്കത്തിയുടെ രീതി ഉപേക്ഷിച്ചിരുന്നില്ല. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ കോൺഗ്രസിൻ്റെ കൊലക്കത്തിക്ക് ഇരയായി, വെടിയുണ്ടക്ക് ഇരയായി, രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസിൻ്റെ രീതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുജന സ്വാധീനം വളർന്നു വരുന്നതിനോടുള്ള അസഹിഷ്ണുത അക്രമത്തിലൂടെ തീർക്കാനാണ് ശ്രമിച്ചത്. അന്നത്തെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പിന്തുണയോടെ കോൺഗ്രസിൻ്റേതായ തെമ്മാടിക്കൂട്ടം പരസ്യമായി ആയുധങ്ങളുമെടുത്ത് ആക്രമിക്കാൻ നടക്കാറുണ്ടായിരുന്നു. അത് അടിയന്തരാവസ്ഥക്ക് തൊട്ട് മുൻപ് തന്നെ ആരംഭിച്ചതാണ്. അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ അത് വ്യാപകമായി. അടിയന്തരാവസ്ഥക്ക് ശേഷമുള്ള 77-80 കാലത്തും അതേ രീതി തന്നെ കോൺഗ്രസ് തുറന്നു. ആ ഘട്ടത്തിലാണ് രാഷ്ട്രീയ അക്രമ സംഭവങ്ങളിൽ കൊടുവാളും ബോംബുകളുമെല്ലാം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത്. രഹസ്യമായല്ല, തൂക്കിപ്പിടിച്ച ബാഗ് കയ്യിൽ, ആ ബാഗിൽ ബോംബ്, കാൺകപ്പുറത്ത് തന്നെ കൊടുവാളതിനകത്ത്. ആ സംഘത്തിൻ്റെ മുന്നിലോ പിന്നിലോ ആയി പോലീസ്.
എന്തിനാണ് പോലീസ്? ഇവരാരെയാണോ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്, അയാളെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടാകരുത്. അത് ഉറപ്പുവരുത്താനാ പോലീസ്. അത്ര നികൃഷ്ടമായ രീതിയിൽ പോലീസിനെ ഉപയോഗിക്കുകയായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഒന്നിൻ്റെയും ഉദാഹരണത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എന്തെല്ലാം സംഭവങ്ങൾ. ഇതായിരുന്നു കോൺഗ്രസ് രീതി. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി അങ്ങ് തറന്നു പോവുകയല്ല ചെയ്തത്. 82 മുതൽ 87 വരെ അധികാരത്തിലിരുന്ന UDF ഗവൺമെൻറ്, ആ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. ജനങ്ങൾ വാശിയോടെ ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. അന്ന് വളരെ വിപുലമായ മുന്നണിയാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ജനങ്ങൾ വലിയ തോതിൽ പാർട്ടിയോടൊപ്പം അണിചേരുന്നത് കാണാൻ കഴിഞ്ഞു. അതിനോടുള്ള അസഹിഷ്ണുതയാണ് ഇവിടുത്തെ ഗൂണ്ടാപ്പട തീർത്തത്. ഈ ഗൂണ്ടാപ്പട നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രത്യേകമായി തീറ്റിപ്പോറ്റിയൊരു വിഭാഗമായിരുന്നു. ചില കുപ്രസിദ്ധരായ ഗൂണ്ടകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നടന്ന ഒട്ടേറെ സംഭവങ്ങളിൽ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരായിരുന്നു. യഥാർത്ഥ ഒരു തെമ്മാടിക്കൂട്ടം. അതായിരുന്നു അവസ്ഥ. യഥാർത്ഥത്തിൽ അവർ സാമൂഹ്യ വിരുദ്ധരായിരുന്നു. ആ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനം കൊണ്ട് വല്ലാതെ ശ്വാസം മുട്ടിയവരായിരുന്നു ഈ ചീമേനിയിലെ സാധാരണക്കാർ, കച്ചവടക്കാർ, വിവിധ രംഗത്തുള്ളവർ. ഒരുപാട് അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഒരു പാർട്ടിയുടെ ഭാഗമായി ഒരു തെമ്മാടിക്കൂട്ടം ഉണ്ടാകുമ്പോൾ ആ തെമ്മാടിക്കൂട്ടത്തെ കയറൂരി വിടുകയല്ല, ആ തെമ്മാടിക്കൂട്ടത്തെ തങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുകയാണ് ഏതൊരു പാർട്ടിയും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ കോൺഗ്രസ്സിന് അവരോട് വലിയ ഹരമായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർക്കെന്തുമാകാമായിരുന്നു. ഒരു പ്രത്യേക സംഭവം ഇല്ലാലോ. വോട്ട് കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താനും വോട്ട് കഴിഞ്ഞതിൻ്റെ ഭാഗമായുള്ള വർത്തമാനങ്ങൾ പരസ്പരം പറയാനുമൊക്കെ കുറേ ആളുകൾ, പാർട്ടി സഖാക്കൾ ഒത്തുകൂടുന്നു. സ്വാഭാവികമല്ലേ, അത് എല്ലാ സ്ഥലത്തും നടക്കുന്നതല്ലേ. അവരെയാണ് കൊലപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നത്. ആക്രമിക്കാനല്ല, നിഷ്ഠുരമായി കൊലപ്പെടുത്താൻ. ഇതാണ് കോൺഗ്രസ്. എന്നിട്ടോ സമാധാനവാദികൾ കോൺഗ്രസ്സുകാർ, അക്രമം കാണിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ. ഇതല്ലേ ചിത്രീകരണം? എത്രയെത്ര കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും നേതാക്കളുമാണ് ഈ കോൺഗ്രസിൻ്റെ അക്രമത്തിൻ്റെ ഭാഗമായി
ജീവൻ വെടിയേണ്ടി വന്നത്. ഇവിടെ 5 സഖാക്കൾ പൈശാചികമായല്ലേ അവരെ കൊലപ്പെടുത്തിയത്? തീ വെച്ച് ചുട്ടുകൊല്ലുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചാടുമ്പോൾ അവിടെ വെട്ടിക്കൊല്ലുക, അങ്ങനെ വീണവരെ വീണ്ടും തീയിട്ട് കൊല്ലുക. ഇതൊക്കെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? അതാണ് കോൺഗ്രസ്. അത്രമാത്രം ക്രൗര്യം നിറഞ്ഞൊരു മനസ്സിൻ്റെ ഉടമകൾ. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല. എന്താണ് പിന്നെ സംഭവിച്ചത്? ആ സംഭവിച്ചതിന് തെളിവാണ് ഇന്നത്തെ ചീമേനി. കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയ ആ പ്രവർത്തനങ്ങൾ സ്വയം ഉന്മൂലനത്തിലേക്ക് എത്തിച്ചു. അതല്ലേ വസ്തുത? അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതാണ് കോൺഗ്രസ് എന്ന് നാം കാണണം. ഈയൊരു കൂട്ടർ ഈയൊരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കുന്നില്ല. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം അതെവിടെയെത്തുന്നു? നാടിനോടുള്ള വിരോധമായി മാറുന്നു. ഇപ്പം നമ്മുടെ നാട് നേരത്തെ ഉള്ളതിൽ നിന്നെല്ലാം വലിയ തോതിൽ പുരോഗതി പ്രാപിച്ചല്ലോ. 2016 നിന്നുള്ള അവസ്ഥ എടുത്താൽ നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലും പുതുതായി ഒരു കാര്യവും നടക്കില്ല എന്ന നിലപാടിലായിരുന്നു ജനങ്ങളാകെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു നാഷണൽ ഹൈവേ. ഒരു പ്രവർത്തനവും നടക്കില്ല, ഇവിടെയൊന്നും നടക്കില്ല എന്ന് ജനങ്ങൾ. ഇപ്പം നമ്മൾ കാണുകയല്ലേ നാഷണൽ ഹൈവേ നല്ല രീതിയിൽ പണി നടക്കുന്നത്. ഈ വരുന്ന ഡിസംബർ, ഈ വരുന്ന മാർച്ച്, അത് കഴിഞ്ഞ് സെപ്റ്റംബർ, അത് കഴിഞ്ഞ് ഡിസംബർ, വിവിധ ഘട്ടങ്ങൾ വർക്കുകളുടെ പൂർണ്ണത വരുന്നത് കണക്കാക്കിക്കൊണ്ടാണ് പോകുന്നത്. അതിവേഗതയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നടക്കില്ല എന്ന് കരുതിയ ഒട്ടേറെ പദ്ധതികൾ, ഞാനിപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായി, ഗ്യാസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളകളിലും ഗ്യാസ് എത്തിയിരിക്കുകയാണ്, ഫാക്ടറികളിലും ഗ്യാസ് എത്തിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ കൂടുതൽ വളർച്ച വരാൻ പോവുകയാണ്. എടമൺ കൊച്ചി പവർ ഹൈവേ തമിഴ്നാട്ടിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരാനുള്ള പവർ ഹൈവേ ആയിരുന്നു, മുടങ്ങിപ്പോയതാണ്. ഇപ്പോൾ അത് പൂർത്തിയായി. ഇതെല്ലാം LDF ഗവൺമെൻറ് ഇവിടെ അധികാരത്തിലുള്ളത് കൊണ്ടാണല്ലോ നടന്നത്, അല്ലെങ്കിൽ നടക്കുമായിരുന്നു. LDF നാടിനു വേണ്ടി നിലകൊള്ളുന്നൊരു മുന്നണിയായതുകൊണ്ട്, നാടിനോട് പ്രതിബദ്ധതയുള്ളൊരു മുന്നണിയായതുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നമുക്ക് വലിയൊരു കുറവുണ്ടായിരുന്നത് സാമ്പത്തിക രംഗത്താണ്. നമ്മുടെ ഖജനാവിന് വേണ്ടത്ര ശേഷിയില്ല. ആവശ്യങ്ങൾ നിരവധിയാണ്. ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം
ബജറ്റ് വഴി കണ്ടെത്താനാകില്ല. അവിടെയാണ് നാം പുതിയ മാർഗം തേടിയത്. അതാണ് കിഫ്ബി. 50,000 കോടി രൂപയുടെ പ്രവൃത്തികൾ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു കിഫ്ബി വരുമ്പോൾ കണക്കാക്കിയത്. പക്ഷേ 2021 5 വർഷം പൂർത്തിയായപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തിയായത്. ഇപ്പോൾ പിന്നീടും 3.5 വർഷം കഴിഞ്ഞു. ഇപ്പോഴത് 90,000 കോടി രൂപയാണ്. നമ്മുടെ ഈ കേരളത്തിൽ 90,000 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്റ്റേജിലാണത്. ചിലത് പൂർണ്ണമായി പൂർത്തിയായി, ചിലത് നല്ല പുരോഗതിയിലാണ്, ചിലത് പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതിൻ്റെ മാറ്റം എവിടെയും പ്രകടമാണ്. ഇത് LDF സർക്കാർ അല്ലെങ്കിൽ നടക്കുമായിരുന്നോ? എന്നാൽ കിഫ്ബിയെ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നു. ആ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിക്കെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസ് ഇല്ല. നാടിൻ്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ കോൺഗ്രസ് ഇല്ല. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോടൊരു പ്രത്യേക പകപോക്കൽ നയം സ്വീകരിക്കുകയാണ്. 2016 ശേഷം ഒരുപാട് ദുരന്തങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയമടക്കം ഒന്നിനും സഹായമില്ല. സഹായം തരാൻ തയ്യാറായവരെ അടക്കം മുടക്കിക്കളഞ്ഞു. ഒരു പ്രത്യേക പകപോക്കൽ. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്തം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചതാണ്. ലോകവും ശ്രദ്ധിച്ചു. മഹാദുരന്തങ്ങളിലൊന്ന്. പ്രധാനമന്ത്രി ഇവിടെ പറന്നെത്തി. സ്വാഭാവികമായും അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു, സഹായം അഭ്യർത്ഥിച്ചു. ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന നടക്കട്ടെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ആ പരിശോധന കഴിഞ്ഞു. നിവേദനം ഇവിടെ വന്നപ്പോൾ തന്നെ കൊടുത്തു. മറന്നു പോകാതിരിക്കാൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട് വീണ്ടും നിവേദനം കൊടുത്തു. മാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കഴിഞ്ഞുപോയി. സഹായമില്ല. ഇത്തവണ മറ്റൊരു പ്രത്യേകതയുണ്ടായി. കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും BJP MP ഒഴികെ ഒന്നിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു, സഹായം വേണം, നിങ്ങൾ സഹായിക്കുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണ് നിവേദനം കൊടുത്തത്. മറുപടി പച്ചക്കള്ളം. എന്താണ് നടക്കുന്നത്? ഒരു സംസ്ഥാനത്തെ ഇത്രമാത്രം ശത്രുതയോടെ കാണാൻ പാടുണ്ടോ? PDNA ദുരന്തത്തിന് ശേഷമുള്ള കണക്കുകൾ തയ്യാറാക്കൽ കൃത്യമായി കേരളം ചെയ്തില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി കണ്ടെത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ദുരന്തം നടന്നാൽ ആദ്യത്തെ ഘട്ടം രക്ഷാപ്രവർത്തനത്തിനാണ് വിനിയോഗിക്കുക. ആ രക്ഷാപ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ദുരന്തബാധിത പ്രദേശങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ എത്ര എന്നൊക്കെ കണക്കാക്കുന്നത്. ആ കണക്കാക്കുന്നതിന് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കേരളം കണക്ക് തയ്യാറാക്കിയത്.
ആ കണക്ക് മറ്റ് സംസ്ഥാനങ്ങളടക്കം മാതൃകയായി എടുക്കുകയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കി. എന്നിട്ടും കേരളത്തെ കുറ്റപ്പെടുത്താനാണ് തയ്യാറായത്. ഒരു ചില്ലിക്കാശ് കേരളത്തിന് തരുന്നില്ല. എന്താണിത്? നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ? ഇവിടെ ഹിമാചൽ പ്രദേശിൽ ദുരന്തമുണ്ടായി, ത്രിപുരയിൽ ദുരന്തമുണ്ടായി, ആസാമിൽ ദുരന്തമുണ്ടായി, ഗുജറാത്തിൽ ദുരന്തമുണ്ടായി, തെലങ്കാനയിൽ ദുരന്തമുണ്ടായി, ആന്ധ്രാപ്രദേശിൽ ദുരന്തമുണ്ടായി, ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായി. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം സഹായം നൽകി. PDNA കിട്ടിയിട്ടല്ല. ദുരന്തമുണ്ടായ ഉടനെ തന്നെ സഹായം ഇത്രയാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. എന്തേ നമുക്ക് മാത്രം ഭ്രഷ്ട്? കേരളം ഇന്ത്യയിലല്ലേ? കേരളീയർ ഇന്ത്യക്കാരല്ലേ? ഈ രാജ്യത്തിന് ചേരാത്ത എന്തെങ്കിലും പ്രവൃത്തി നടത്തുന്ന ഒരു സംസ്ഥാനമാണോ കേരളം? എന്താണ് ഈ നാടിനെ ഈ രീതിയിൽ കാണുന്നതും പകപോക്കൽ സമീപനം സ്വീകരിക്കുന്നതും? രാജ്യത്തിൻ്റെ ഏത് കാര്യമെടുത്താലും മാതൃകാപരമായ സംസ്ഥാനമാണ് കേരളം. ആ മാതൃക എല്ലാവരും അംഗീകരിക്കുന്നതുമാണ്. BJPക്ക് അംഗീകരിക്കാനാകുന്നില്ല. കാരണം BJPയെ കേരളം അംഗീകരിച്ചിട്ടില്ല. അതിനുള്ള പക അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം എടുത്തു നോക്കിക്കോ. ചിലതിൽ BJP അധികാരത്തിലാണ്, ചിലതിൽ BJP പ്രതിപക്ഷത്താണ്. അധികാരത്തിലിരിക്കുന്ന BJPയും പ്രതിപക്ഷത്തിരിക്കുന്ന BJPയും എല്ലാം ആ സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് സഹായം വേണമെന്ന് കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ BJPക്ക് മാത്രം അത്തരമൊരു മനോഭാവമില്ല. അവര് തൊലയട്ടെ, നാട് തൊലയട്ടെ, ജനങ്ങൾ തൊലയട്ടെ. കേന്ദ്ര ഗവൺമെൻറ് സമീപനം ഇത്. അതേ സമീപനം ഇവിടുത്തെ BJPക്കും. ഒരു കാര്യമേ പറയാനുള്ളൂ. അപ്പോൾ ചിലർ ചോദിക്കുകയുണ്ടായി, ഇങ്ങനെയെല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെ വീണ്ടും നിങ്ങൾ സമീപിക്കുമോ? കേന്ദ്രത്തെ വീണ്ടും സമീപിക്കുമോ? പറഞ്ഞ മറുപടി സമീപിക്കാതെ പിന്നെ എന്ത് ചെയ്യും? സംസ്ഥാനമല്ലേ, സംസ്ഥാന ഗവൺമെൻറ് അല്ലേ, സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കില്ലേ? മുട്ടാപ്പോക്ക് നയം സ്വീകരിച്ചു എന്ന് വെച്ച് ഇനി മിണ്ടില്ല എന്ന നിലപാട് സംസ്ഥാനത്തിന് സ്വീകരിക്കാൻ പറ്റുമോ? പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കണ്ടേ? അത് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതും വീണ്ടും ഉന്നയിക്കും. പുതിയ പ്രശ്നങ്ങൾ വന്നാൽ അതും അവതരിപ്പിക്കും. എന്നാൽ കടുത്ത പ്രതിഷേധം ഉയർന്നു വരികയാണ്. എല്ലാ MP-മാരും കൂടി, BJP MP ഒഴികെ, പാർലമെന്റിൽ ആ പ്രതിഷേധം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ വിവിധ പ്രതിഷേധങ്ങൾ വരികയാണ്. ഏകോപിതമായി കേരളത്തിൻ്റെ ശബ്ദം ഉയരേണ്ട ഒരു ഘട്ടം വരികയാണ്. ഇത് സഹിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനാവില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൻ്റെ കണ്ണും കാതും തുറപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലേക്കാണ് നാം നീങ്ങുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ചീമേനി രക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണ നമുക്ക് കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ചീമേനി രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.